എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. മത്തായി 15:26. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ആവശ്യത്തിൻ്റെ മധ്യത്തിൽ ആഴമായ നിലവിളിയുമായി നിൽക്കുന്ന സ്ത്രീയോട് ഒന്നും മിണ്ടാതെ ഇരുന്ന കർത്താവ് ഇപ്പോൾ പ്രതികരിക്കുന്നു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയും. അതായത് ഇസ്രായേലിൻ്റെ ഭക്ഷണം. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മളത് വായിക്കുന്നു. കർത്താവിൻ്റെ ഉത്തരം കേട്ട് ശിഷ്യന്മാരൊക്കെ വളരെ തൃപ്തരായി, അവർക്കൊക്കെ സന്തോഷമായി. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു ആൻസറാണ് കർത്താവ് അവളോട് പറയുന്നത്. എന്നാൽ ആ സ്ത്രീ ഈ വാക്കുകളൊന്നും കേട്ടിട്ടും തൃപ്തിപ്പെടാതെയും മടുത്തു പോകാതെയും തുടർന്നും അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് ഒരു പടി കൂടെ കടന്നുള്ള വാക്ക് പറയുകയാണ്. അവൾ നഷ്ടപ്പെട്ട ഒരുവളാണെന്ന് അവൾ മനസ്സിലാക്കണം. അവളൊരു നായയാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ അവരെ കാണുന്നത്. ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയിൽ പോലും ഇവരെ അത്തരത്തിലാണ് അവഹേളിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തിന് മുൻപേ മാനസാന്തരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പാരമ്പര്യമായിട്ട് കനാന്യർ ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. ഇസ്രായേലിയർ ജാതികളെ നായ്ക്കളെന്ന് വിളിച്ചിരുന്നു. നിരീശ്വരവാദികളെയും ഒടുവിൽ ക്രിസ്ത്യാനികളെ പോലും നായ്ക്കളെന്ന് യഹൂദ ഈ മതപാരമ്പര്യം അനുശാസിക്കുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നായയുടെ വില ദൈവത്തിന് നിഷിദ്ധമാണ്. കാരണം നായി നിഷിദ്ധമായ ജീവിയാണ്. അത് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിലും ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലും 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. മെഫീബോശേത്തിൻ്റെ കഥ വളരെയധികം വെളിച്ചം വീശുന്നതായിട്ട് 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അവൻ ശൗലിൻ്റെ കൊച്ചുമകനാണ്, മുടന്തനായിരുന്നു. യോനാഥാന ഗ്രഹത്തോടുള്ള അവൻ്റെ ദയ വിച്ഛേദിക്കപ്പെടുന്നതല്ലെന്ന് ദാവീദ് യോനാഥാനോട് വാഗ്ദാനം ചെയ്തു. യോനാഥാന്റെ നിമിത്തം മെഫീബോശേത്തിനോട് ദാവീദ് ദൈവത്തിൻ്റെ ദയ കാണിച്ചു. മെഫീബോശേത്ത് എന്നതിൻ്റെ അർത്ഥം ലജ്ജയുടെ വായിൽ നിന്നും എന്നാണ്. അതായത് വിഗ്രഹം. ഇത് കഴിഞ്ഞ കാലത്തെ ലജ്ജാകരമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. മെഫീബോശേത്ത് ലോദബാരിൽ താമസിച്ചു വന്നു. അതിന് മേച്ചിലില്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം. വീണ്ടും നമ്മുടെ പഴയ നില നമുക്ക് കാണാൻ ഇടതരുന്നു. നായയെ പോലെയുള്ള അവനോട് കൃപ കാണിച്ചതിൽ മെഫീബോശേത്ത് വിസ്മയിച്ചു പോയി എന്നും ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ രാജാവിൻ്റെ മേശയിൽ നിന്നും രാജകുമാരന്മാർ ഭക്ഷിക്കുന്ന അതേ സ്ഥാനത്തിരുന്ന് ഭക്ഷിക്കാനുള്ള അവകാശമാണ് മെഫീബോശേത്തിന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ദൈവകൃപ ദാവീദിൻ്റെ വിദേശ താമസക്കാലത്ത് മെഫീബോശേത്ത് വളരെ ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ ആരംഭകാലത്തിൽ അകറ്റപ്പെട്ട് നിന്ന ഒരാളായിരുന്നു അവനെങ്കിലും പിൽക്കാലത്ത് ഈ ഒരു ഔദാര്യം അല്ലെങ്കിൽ സ്നേഹമൊക്കെ ലഭിക്കുന്നു. ദാവീദിന്റെ മടങ്ങിവരവിന്റെ സമയത്ത് തൻ്റെ ഭൗമിക സ്വത്തുക്കളോടുള്ള വിരക്തി മെഫീബോശേത്ത് വെളിപ്പെടുത്തി.
കർത്താവിൻ്റെ അഭാവത്തിൽ നമുക്കുള്ള ദുഃഖവും അവൻ്റെ മടങ്ങി വരവിലുള്ള സന്തോഷവും ഒക്കെ കാണാൻ കഴിയും. ഒട്ടും വിലയില്ലാതിരുന്ന നമ്മെ ദൈവം ഇത്രമാത്രം വിലയുള്ളവരാക്കി മാറ്റി. നമുക്കതിനുള്ളൊരു അവകാശവും പദവിയും നൽകി. നമ്മുടെ യോഗ്യത നോക്കാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹബന്ധമാണ് ദൈവത്തോട് നമുക്ക് നിലനിൽക്കുന്ന ബന്ധം. ഈ സ്ത്രീയോട് ഇത്തരത്തിൽ കർത്താവ് ഇടപെടുന്നത് അവളോടുള്ള യഹൂദന്റെ മനോഭാവമാണ്. തുടർന്ന് അവളുടെ ആവശ്യത്തിലേക്ക് കർത്താവ് നടന്നെടുക്കുന്നതായും കാണുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല നമുക്ക് ലഭിക്കുന്ന സൗഖ്യം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം അങ്ങനെ ഒന്നും ആവണമെന്നില്ല. എന്നാലും ദൈവം ഇടപെടാതെ വരില്ല. നമുക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെയും അപേക്ഷിച്ചുകൊണ്ടിരിക്കാൻ, മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ, മടുത്തു പോകാതിരിക്കാൻ നമുക്കിടയാകണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനുള്ള കൃപയും ബലവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. കനാനിയ സ്ത്രീ നിലവിളിച്ചുകൊണ്ടേയിരുന്നത് പോലെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ നിലവിളിക്കാൻ ബലഹീന അടിയങ്ങളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പകൽക്കാലം സന്തോഷത്തോടെ ജീവിപ്പാൻ, തൃപ്തിയായി ജീവിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. സകല ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നത് ഓർത്ത സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ കാത്തുകൊള്ളണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.